മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച നമ്മുടെ വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സിനഗോഗിൽ കയറി പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വായന വായിക്കുകയും തുടർന്ന് അവിടുന്ന് ഒരു യഹൂദ പണ്ഡിതനെ പോലെ ഇരുന്ന് ആ സിനഗോഗിൽ വന്ന എല്ലാവരെയും പഠിപ്പിക്കാനായി ആയിരിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണല്ലോ. നമുക്കറിയാം, യഹൂദരുടെ ഇടയിൽ സിനഗോഗിൽ ഇരുന്ന് പഠിപ്പിക്കുക എന്നത് അറിവും വിവേകവും വിജ്ഞാനവുമുള്ള റബ്ബിമാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ ഈ പ്രവൃത്തിയെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് വഴി സുവിശേഷകൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദൈവവചനം വ്യാഖ്യാനിക്കുന്നത്, ദൈവവചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മറ്റാരുമല്ല, അത് ദൈവം തന്നെയാണ്. ഈശോ സിനഗോഗിൽ വന്ന് ജനത്തിനു മുമ്പിൽ വായിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് കർത്താവിൻ്റെ ദാസനെ പറ്റിയാണ്. കർത്താവിൻ്റെ ദാസന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഒരു വ്യക്തിത്വമാണ് കർത്താവിൻ്റെ ദാസൻ. കർത്താവിൻ്റെ ദാസന് ചെയ്യാനായിട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയിൽ ഒന്ന് സുവിശേഷ പ്രഘോഷണമാണ്. അതായത് ദൈവത്തെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. ബന്ധിതർക്ക് മോചനം നൽകുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക, കർത്താവിൻ്റെ സ്വീകാര്യമായിട്ടുള്ള വത്സരം സ്ഥാപിക്കുക. ഇതാണ് കർത്താവിൻ്റെ ദാസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവനും സ്വാതന്ത്ര്യം നൽകുന്നവനും ദൈവരാജ്യം സ്ഥാപിക്കുന്നവനുമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവൃത്തി ലോകത്തിൽ ചെയ്തത് വചനം മാംസമായി തീർന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹ തന്നെയാണ്. അവിടുന്ന് ഈ ലോകത്തിലെ തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം, ഈ ദൗത്യമെല്ലാം ഏൽപ്പിച്ചത് പരിശുദ്ധ കത്തോലിക്ക സഭയെയാണ്. സഭയുടെ മക്കളായ നാം ഓരോരുത്തരും മാമോദീസ എന്ന കൂദാശ വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണ്. ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ച നമ്മൾ എന്നേക്കും ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയവരാണ്. നാം ദൈവമക്കളെങ്കിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. നാം ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാരും സംസാരിക്കുകയില്ല. പലപ്പോഴും നമുക്ക് മടിയാണല്ലോ കർത്താവിൻ്റെ വാക്ക് ഉച്ചരിക്കാൻ, കർത്താവിനെ പറ്റി സംസാരിക്കാൻ. തീർച്ചയായിട്ടും നാം ആണ് നമ്മുടെ കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് എല്ലായിടത്തും സംസാരിക്കേണ്ടവർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മറന്നു പോകാതിരിക്കാം. നമ്മുടെ മറ്റൊരു പ്രവൃത്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യർ പല രീതിയിലുള്ള അടിമത്തത്തിലായിരിക്കുന്നവരാണ്. ഈ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യർക്ക്, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള അടിമത്തമാണെങ്കിലും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റൊരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ്. ദൈവരാജ്യം ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു രാജ്യമാണല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നല്ലൊരു സമൂഹം, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ, ഇതിനെല്ലാം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനകളിലും ഇന്നത്തെ ദിവസവും നമുക്ക് പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാലയത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.